എന്താ മോനെ പേപ്പറില് പുതിയ വിശേഷം പേപ്പറിൽ വിശേഷമൊന്നുമില്ല. ഇതൊരു പഴയ പേപ്പർ. എന്താ വന്നേ? എന്താ പേര്? എന്നെ കൊറേ നേരിട്ടൊന്ന് കാണുമായിരിക്കും. ഇങ്ങോട്ട് വന്നാലല്ലേ കാണാൻ പറ്റൂ. അതുകൊണ്ടല്ലേ വന്ന്. നാട്ടിലെത്തി വരെ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. സന്തോഷമായതല്ല എന്നെ കണ്ടല്. സന്തോഷമായല്ലോ, അത് മതി. ഏതായാലും ഈരി ചായ എടുക്കട്ടെ. എനിക്കറിയാലോ എന്റെ ബുദ്ധിമുട്ട്. എന്തിനാ വെറുതെ? ഈ എന്നാ തിരിച്ച് ഗൾഫിലേക്ക് പോണേ? 2 മാസം ഉണ്ട്. അല്ല എന്താ ഇന്ത്യത്തെ വീടിന്റെ ഒരു കോലവും ഒരു കല്യാണം കഴിക്കാത്ത എല്ലാ ബുദ്ധിമുട്ടും ഇവിടെ കാണുന്നുണ്ട്. കല്യാണം? ഈ അല്ലേ നിന്റെ കല്യാണം ഒപ്പിക്കാൻ പോകുന്നത്? എനിക്ക് ചുവ്വാദോഷാടാ, ചുവ്വാദോഷം. എനക്ക് പറ്റിയ ചൊവ്വാദോഷമുള്ള പെണ്ണ് ലോകത്ത് വേറെ ഇല്ലേ? നല്ല പരിചയമുള്ള ഗൗരിയല്ലേ? അതെ, മുഖം പെട്ടെന്ന് മനസ്സിലായില്ലേ? ജനേട്ടൻ. പിന്നെ നിന്നെയൊക്കെ എങ്ങനെ മറക്കാൻ കഴിയും? ആണെന്നെ ആ പഴയ ചൊവ്വാദോഷം. മോനിന്ന് സ്കൂളില്ലായിനോ? പാവം, എന്റെ ജീവിതകഥ പോലെ തന്നെ അവളുടെ ജീവിതകഥ. എന്ത് ചെയ്യാനാ? അവളുടെ ജീവിതമൊക്കെ എങ്ങനെ? കല്യാണം? പ്രായമായ അച്ഛനമ്മയെ നോക്കി ഒരുപാട് ജീവിച്ചു. ഇപ്പൊ അവരും ഇല്ല. ഒക്കെ വിധി. എന്ത് വിധി? വിധിയെ കുറ്റം പറയാൻ എളുപ്പാ, വേറെ മാർഗമൊന്നുമില്ലല്ലോ. വേഗം പറയും വിധി. നിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, കേൾക്കാൻ മനസ്സിന്റെ കേട്ടോ. എന്താ നീ പറയാൻ പോകുന്ന ആ മഹാകാര്യം? പറയ്, കേൾക്കട്ടെ. മഹാകാര്യമൊന്നുമല്ല. ഈ ഓളെ കെട്ടുന്നു, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഒരു ഗുണമില്ലാത്ത ജീവിതത്തിൽ മണപ്പിക്കാൻ സ്പ്രേ, നേരവും കാലം നോക്കാനില്ലാത്ത സമയം നോക്കാൻ വാച്ച്. ഓർമ്മയുണ്ടോ നിനക്ക് ഈ ചിത്രം? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നടത്തണം. അതിന്റെ നിയോഗം എനിക്ക് തന്നെ. അല്ല, കുളിയൊക്കെ കഴിഞ്ഞോ? ആ, ജനാർദ്ദേട്ടൻ പോയില്ലേ? അയ്യോ, പോവാൻ വേണ്ടി ചോദിച്ചല്ലാട്ടോ. ഗൾഫിൽ നിന്ന് എന്നെത്തി? കുട്ടികളും ഭാര്യയൊക്കെ എല്ലാം സെറ്റിലാണ്, അങ്ങനെ പോണം. അവനിപ്പോ അവന്റെ കാര്യം മാത്രം നോക്കിയാണ്. 2 പെൺകുട്ടികളെ കെട്ടിച്ചയച്ചു. അവര് നല്ല നിലയില. പിന്നെ ഭാര്യയും പ്രായമായ ഒരമ്മയാണ്.
അതുപോലെ നിന്നെ സെറ്റിലാക്കണം. ഗൗരി ഒന്നും വിചാരിക്കരുത്. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, യെസ് ഓർ നോ പറയണം. എന്താ കാര്യം? കേട്ടാലല്ലേ മറുപടി പറയാൻ പറ്റൂ. അത് പിന്നെ എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ട്. അതൊക്കെ തന്നെ അവരെ അരങ്ങിൽ എത്തിക്കുന്നു. എന്നാ പിന്നെ ഞാൻ നീട്ടുന്നില്ല. ഗൗരി, നിങ്ങൾക്ക് രണ്ടാ കൂടി ഒന്ന് കൈകോർത്തൂടെ? ജനാർദ്ദേട്ടാ, ഇല്ല, ഞങ്ങൾക്ക് കൈകോർക്കാനുള്ള തടസ്സം ചൊവ്വാദോഷമായിരുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾ കൈകോർക്കുന്നില്ല. ആനന്ദേട്ടന് ഞാനും, എനിക്ക് ആനന്ദേട്ടനും. ഇനിയുള്ള കാലം അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ.